ഹലോ ഗൈസ്, എല്ലാവർക്കും നുബ്നോ പ്രോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി 3 ആണ്. എനിക്കൊരു ഹിന്ദി ഗെയിമറിനെ കണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. ടെക്നോ ഗെയിമർ സുജുവാളിനെ കണ്ട്. പിന്നെ ഞാൻ കുറേ ടേക്ക് എടുത്ത് ചില പ്രശ്നങ്ങൾ കാരണം കുറേ ടേക്ക് എടുക്കേണ്ടി വന്നു ഗൈസ്. എൻ്റെ കസിൻ ബ്രദറും എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡേ 1 ആയി. എൻ്റെ കസിൻ ബ്രദറിന് കുറച്ച് കോമഡി ഒക്കെ ആണോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചളി അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് എനിക്ക് ഒരു ഹിന്ദി ഗെയിമറിനെ കണ്ടുകൊണ്ട് അറിയാം. താഴെ ലോക്ക് പിക്ക് ഉണ്ട്. അതെന്തിനാ ഗായ്സ് അല്ല, തളബ്ദീസ്. അപ്പോൾ ലോക്ക് പിക്ക് വെച്ച് നമ്മളത് തുറക്കണം. ഇതാകാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ലോക്ക് പിച്ച് ഇനി നമ്മൾ മേലോട്ട് പോകണം. താഴോട്ടും പോകാം, പക്ഷെ ഞാൻ മേലോട്ട് പോയി. അപ്പോൾ ഗായ്സ് ഗ്രാനി ആയിരുന്നു അന്നേരം. ഓക്കെ, അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഓഡിയോയുടെ സംഭവം അത് എന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഇവിടെ കൈ വെച്ച് പൊട്ടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത സമയമില്ലേ, ആ സമയം ഞാനാണെങ്കിൽ ഈ മൈക്ക് അങ്ങ് ഓൺ ചെയ്യാൻ മറന്നുപോയി ഗായ്സ്. അതുകൊണ്ട് ഇപ്പോൾ സൗണ്ട് ഇല്ല. ഒരു 10 മിനിറ്റ് വരെ സൗണ്ട് ഇല്ലാതാണ്, പിന്നാണ് സൗണ്ട് വരുന്നത്. സൗണ്ട് വരുമ്പോഴും ഗെയിമിനെ മാത്രമേ ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ വാചകമൊന്നും അത്ര കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ട് എഡിറ്റ് ചെയ്ത് സൗണ്ട് വരുത്തുന്നുണ്ട്. അന്നേരം ഞാൻ മൈക്ക് പെട്ടെന്ന് ഓൺ ചെയ്യാൻ പോയി. ഞങ്ങൾ ഇടയ്ക്ക് കുറേ ചളിയൊക്കെ അടിക്കുന്നുണ്ട്. കുറേ ചളിയൊന്നുമില്ല, എനിക്ക് ചളി വല്ലപ്പോഴും അടിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ ടേക്ക് എടുത്ത് ട്രെയിൻ എസ്കേപ്പ് പോകണോ എസ്കേപ്പ് പോകണോ. പക്ഷേ പിന്നെ ട്രെയിൻ എസ്കേപ്പ് എന്ന് പറഞ്ഞങ്ങ് ചെന്ന് അവസാനം ചെയ്യോ ഇല്ലയോ അത് നിങ്ങൾ ഈ വീഡിയോ കാണണം ഗൈസ്. നമ്മളിങ്ങനെ ഒരു ഹിന്ദി ഗെയിമറിനെ കണ്ടോണ്ട് നമുക്കറിയാം, ഉജ്വാളിൻ്റെ ഒരു ഫാനാണ് ഞാൻ. നമ്മൾ ഗ്രാനിയും ഗ്രാൻഡ് പേയും സിലിണ്ടറിനെയും 3 നേരം വെച്ചാണ് കളിക്കുന്നത്. താഴെ എനിക്ക് പേടിയുള്ളത് സിലിണ്ടറിനെയാണ്. 3 പേടിയുണ്ട്. ബട്ട് ട്രിക്ക് അറിയെങ്കിൽ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇലക്ട്രിക് സ്വിച്ച് കിട്ടി. അപ്പോഴേ ഞാൻ ആലോചിച്ചാൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്താലോ. നമുക്ക് ട്രിക്ക് അറിയാൻ ഗ്രാനി അത്ര പേടിക്കേണ്ടിയില്ല. പിന്നെ ഞാൻ മേളിലോട്ട് പോയി സൈഡിൽ ഗ്രാൻഡ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ കൈ എന്തുവാടെ ഒലക്കയാ, ഷോർട്ട് ഗണ്ണാണെന്ന് എനിക്കറിയാം ഗൈസ്. ഇവിടെ തുറക്കും. എന്നിട്ട് നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വിളിക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിനി ഇവിടുന്ന് ഒറ്റ ചാട്ടമാണ്. പിന്നെ ഇല്ല. എന്നിട്ട് അടുക്കളയിൽ തപ്പണം. അടുക്കളയിലെ സാധനം 1-2 ഐറ്റംസേ കിട്ടാറുള്ളൂ. നമ്മൾ ഈസി മോഡിലിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് സിലിണ്ടറിന് ഇത് മ്യൂട്ട് ആവണമെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ കസിൻ ബ്രദറും കൂടിയുണ്ട്. ഈ കസിൻ ബ്രദർ ഇടയ്ക്ക് പേടിച്ച് പോയായിരുന്നു. പേടിയാന്ന് പറഞ്ഞ് റൂമിൽ പോയായിരുന്നു. എന്നെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ താഴെ ഇട്ട് പോയി. അപ്പോൾ ഗ്രാനി താഴെയല്ലേ, താഴെ സൗണ്ട് വെക്കുന്നതുകൊണ്ട് ഗ്രാനി താഴെ വരും. അപ്പം ഞാൻ ഇട്ടുകൊണ്ട് പോയി ഗൈസ്. ഞാൻ മേലോട്ട് പോവാണ്. മേലോട്ടല്ല, 2nd ഫ്ലോർ. ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നമുക്ക് കുളിക്കാൻ പറ്റും. എനിക്കൊന്നും അത്ര പേർക്ക് അറിയത്തില്ലെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി മേളാൻ തോന്നുന്നു. ഓക്കെ, എനിക്കൊന്ന് ഇനി ഏറ്റവും മേളിൽ കയറാനാണ്. അല്ല മറ്റേ രീതിയിലല്ലോ. അല്ല അതെ, കോക്കനട്ട് കിട്ടി. കോക്കനട്ടിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മേളിൽ കൂടെ മറ്റേ താഴോട്ട് പോകുന്നൊരു ട്രിക്കുണ്ട് നമ്മുടെ ടെക്നോ ഗെയിമേഴ്സിൻ്റെ, അതാണ് ഉപയോഗിക്കുന്നതിന്. പിന്നെ ഗൈസ് സൈഡിൽ എൻ്റെ മുഖം അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ അവിടോട്ട് എൻ്റെ കൈ പോകും. കാക്ക ഇപ്പോൾ തുപ്പം കണ്ട തെറി വിളിക്കുന്ന കാക്ക. അത് ഗ്രാനിയുടെയും ഗ്രാൻഡ് പേയുടെയും വീട്ടിലെ കാക്കയല്ലേ, നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നല്ല, നമുക്കൊരു വഴിയുണ്ട് താഴോട്ട് പോകാൻ. ഈ കോക്കനട്ട് അതിൻ്റെ തലക്കറിയാൻ നോക്കിയില്ല, അത് നടക്കത്തില്ലെന്ന് അറിയാം. അത് ഉരുണ്ട് ഗ്രാനിയുടെ തലയിൽ വീണാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അത് ഗ്രാനിയുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോയി ഉരുണ്ട് വെള്ളത്തിൽ വീണാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ ഉരുണ്ടിരിക്കും പുറത്ത് വന്ന്. അപ്പോൾ നമ്മളിങ്ങനെ താഴെ പോകണോ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ താഴെ പോയാലേ പറ്റൂ, നമ്മുടെ കോക്കനട്ടല്ലേ. തേങ്ങാ ചമ്മന്തിയും കരിക്കും വെള്ളവും ഒക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ. കഷ്ണവും എല്ലാം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ അത് എടുക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ ഗ്രാൻഡ് പേ ആരോ വരുമെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അത് പോയി ഗൈസ്. ഇപ്പോൾ കണ്ടോ, ആ സൈഡിലോട്ട് പോയി. പിന്നെ എങ്ങനെയോ എടുക്കും ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ പുറകിലോട്ട് ഗ്രാനി കണ്ടില്ല, ഗ്രാനി കാണത്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഗ്രാനി കാണത്തില്ല.
ഓ അപ്പം ഗായ്സ് ഇപ്പം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇത് ഇപ്പോഴും ഞാൻ ആ ഓഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് 5 മിനിറ്റിൻ്റെ എനിക്കൊന്ന് മാക്സിമം പറ്റത്തുള്ളൂ. അതെന്താ അറിയത്തില്ല. അത് സെറ്റ് ചെയ്യണം. ഗായ്സ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഗായ്സ് അല്ല തളപതീസ്. അപ്പോൾ 10 മിനിറ്റോളം എനിക്ക് ഇങ്ങനെ ആയിട്ട് അലക്കേണ്ടി വരും. അലക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും ചുമ്മാ ഒരു ഇതിന് അലക്കുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ പുറയിലോട്ട് പോകുമ്പോൾ പുറയിൽ നിന്ന് ഇരാൻ പോരും. പുറയിൽ നിന്ന് ഇരാൻ പോരും. എനിക്ക് തോന്നുന്നു ഈ ഷെഡിൻ്റെ പുറയിൽ പ്ലാൻ കൊണ്ടുവന്നു. എൻ്റെ ഓർമ്മയിൽ ഐസസ് ഉണ്ട്. ഇപ്പം ഞാൻ കോയിൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സസ്പെൻസ് വിളിക്കുന്നല്ലേ. ഓക്കെ, ഇനി ഞാൻ മിണ്ടായിരിക്കുന്നില്ല. കമൻറ്റ് പറയാം നമുക്ക്. നിങ്ങളിത് കാണുക, ഗ്രാനി ഗ്രാനി കോയിൻ കോയിൻ ഫുട്ബോളിലേക്ക് അല്ല ഫുട്ബോളല്ലേ. അപ്പോൾ നമ്മൾ ഇനി 4 മിനിറ്റും കൂടെ ഡബ് ചെയ്യണം. ഗ്രാനി എനിക്കൊരു രസമാണ്, പക്ഷേ തൊണ്ടയിട്ട് അലക്കണം. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെന്നില്ലായിരിക്കും, അതെനിക്കറിയാം. എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാമല്ലോ. അത് ഇപ്പം ഞാൻ ഗ്രാനിയെ പറ്റിക്കും. വാ 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 വാ. ഈ സിലിണ്ടറിന് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ടൈം വരുന്നു. സിലിണ്ടറിന് എനിക്ക് കുറച്ച് പേടിയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ ഇടയ്ക്ക് ഗ്രാനി നമ്മളെ കാണുമ്പോൾ ഐ സി യു പോകണമെന്നൊക്കെ പറയും ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ. ഒരു ചെങ്കോള് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിയോ പിന്നെ സൗണ്ടും കേട്ടില്ല, ടൂണും കേട്ടില്ല. എനിക്ക് അപ്പഴേ ഏതോ ഒരു നമ്പർ അത് നമുക്ക് ആ സീൻ കട്ട് ചെയ്യാൻ ഗൈസ്. കോള് വന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം അത് കട്ട് ചെയ്യാൻ വേണ്ടിയാ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യൂ, നിങ്ങളെ കട്ട് ചെയ്തെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കട്ട് ചെയ്ത് പറയുന്നത്. അതും കട്ട് ചെയ്താൽ ഒന്നും അറിയത്തില്ല. ഇത് സ്ഥലം കൊണ്ട് കട്ട് അപ്പോൾ ഗൈസ് നമുക്ക് എന്ത് പാടെ വേഗം ചെയ്യും. നേരത്തെ ചെയ്യാൻ ഇനി ചെയ്ത് കയ്യിൽ നിന്ന് 1 സെക്കൻഡ് കൂടെ ചെയ്ത് തരിക. അപ്പോഴത്തേക്ക് സിലിണ്ടറിനെയും വന്ന് ഗ്രാനിയും വന്നു. ഈ സിലിണ്ടറിനൊക്കെ കൂടി കണ്ടു തോന്നുന്നു. അയ്യോ പറ്റിച്ച് സിലിണ്ടറിനെ പറ്റിച്ച്. സിലിണ്ടറിനെ പറ്റിച്ചതല്ല, പറ്റിപ്പോയത്. സിലിണ്ടറിയുടെ ബൈക്കിലുണ്ടായി. അയ്യോ വാ 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 യു റിസ്യൂ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓ മൈ ഗാഡ്. കുഞ്ഞു ഗ്രാനി തഗ് ലൈഫ് കേട്ടോ ഗൈസ്. ഗ്രാനിയുടെ കൈയൊക്കെ നോക്കൂ. കാരണം അവളെ കടിച്ചതല്ലോ. മാർക്കോ കടിച്ചു പറയും. ആ വെള്ളം കടിച്ചു പറിക്കാം. ഒരു ഫുഡ് ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ് ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് പിന്നെയും കളയേണ്ടി വന്നു. എന്താ പറയാനുള്ളത്, നമുക്കിനി താഴോട്ട് പോയിട്ട് എന്തോന്ന് ഒന്നും കൂടെ വേണം എടുക്കാം അല്ലേ ഗൈസ്. ഒന്നും കൂടി ഇവന്മാരില്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. കൊറോ കളികളൊക്കെ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കാണോ പ്രശ്നം? കണ്ട് അയ്യോ മാറിക്ക്. ഇപ്പൊ നോക്കണേ. അപ്പോൾ ഗൈസ് ഗ്രാൻഡ്പയ്ക്ക് ലൂസ് മോഷൻ വന്നിട്ട് ICUലാന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞത്. അയ്യോ ഗ്രാൻഡിനെ പറ്റിച്ചാന്ന് തോന്നുന്നു. എന്നിട്ട് പറയാം പറ്റിച്ച് ഗ്രാൻഡ് ICUലാണ്, പക്ഷെ ആശുപത്രിയിലല്ല, ഇവിടെ ഉണ്ടേ. നമ്മുടെ ബ്രദർ പേടിച്ചിട്ട് പോയിട്ടുണ്ട് ഗൈസ്. കസിൻ ബ്രദർ വിളിക്ക് ഗൈസ്. തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരം ചെണ്ടയും മേളവും കുട്ടും ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൈസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നത്. നമുക്കിനി താഴെ മേളിലോട്ട് സ്റ്റെപ്പിൽ നടക്കാതിരിക്കുന്നത്. കാരണം എനിക്ക് ഇൻവേർട്ടർ ഇപ്പോൾ അത്ര സേഫാണ്. സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ അത്ര സേഫ് അല്ലായിരിക്കും ഗൈസ്. എനിക്ക് പേടിയൊന്നുമില്ല. അവന്മാർ പോയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല അവന്മാർ പോയെന്ന് പറഞ്ഞ് നമ്മളെന്തിനു പേടിക്കില്ലേ. ഈ ഗ്രാനി ബാ ഉണ്ടാക്കുന്നത്. എടാ വാട ഞാനുണ്ടോ അവനൊന്ന് വിളിച്ചേ. ഗൈസ് എനിക്ക് പേടിയൊന്നുമില്ല.
ഒരു സെക്കൻഡ് ഗൈസ്, നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് വരാം. അതുവരെ ഞാൻ കുറച്ച് നേരത്തേക്ക് മ്യൂട്ടാക്കിയാണ്. മ്യൂട്ടും എനിക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല ഗൈസ്, ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. അല്ല, ഞാൻ ഇപ്പോഴല്ല, നേരത്തെ സ്റ്റാർട്ട് ആയത്. സമ്മതിച്ചു എടി പോടി. എന്തോ ഗൈസ്, മുരളിക്കുട്ടന്റെ പിറന്നാളാണ് ഇന്ന്. പുള്ളി കുളിച്ചു കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് പോയ ഗ്രാനി. ഇവര് കുളിച്ചിട്ട് എന്റെ അടുത്ത് അവളുടെ കളി. ഐസ് പിന്നെയും പറയുന്നു. അപ്പൊ ഗ്രാൻഡ് പേ ഇതുവരെ നമ്മൾ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടു പക്ഷെ ഇപ്പൊ അങ്ങ് കാണാനില്ല. ഗ്രാനി ഐസു എന്ന് പറഞ്ഞ പിന്നെ പുള്ളി ബാത്റൂമില്ല. വന്നിട്ടേ അയ്യോ ഇല്ല, പറ്റിച്ച് ബാത്റൂമിൽ ഇറങ്ങി. ബാത്റൂമിൽ പോകുമ്പോഴും പുള്ളി തോക്കെടുത്തോണ്ട് പോയി. അയ്യോ, ബാത്റൂമിന്റെ അകത്തിട്ട് ഫ്രഷ് അടിക്കാതെ ഓ ഐസ് ഉണ്ടായി ഗൈസ്. കരിക്കോ വെള്ളമില്ലാത്തോണ്ട് ഉണ്ടാതില്ലേടാ. അപ്പൊ ഗൈസ്, എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാ പുള്ളി ഇങ്ങനെ അയ്യോ ഗ്രാനി അമ്മച്ചി, ഞാൻ പറയാം, നിങ്ങൾ എന്നെ എന്തോ പറഞ്ഞാ പറ്റിച്ചല്ലേ. ആ ഗ്രാൻഡ് ലൂസ് മോഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് നടക്കുന്നത് ഞാൻ കണ്ടോ. അവന് ഗ്രാൻഡ് ലൂസ് മോഷൻ ആണ്. ഗ്രാൻഡ് ലൂസ് മോഷൻ ആണ് ഗൈസ്. ഞങ്ങളിപ്പോ ഇരിക്കുകയാണ്. ഇവന് കടന്നാലേ ഇവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അയ്യോ ഗൈസ്, പെട്ടെന്ന് ചെയ്യണം. അല്ല, ആര് പറഞ്ഞു ഗ്രാനി പോസാൻ ഗൈസ്? പെട്ടെന്ന് താമടി ഇനി കണ്ണീരൊന്നും. അയ്യോ, താഴോട്ട് പോണോ ഇതിപ്പോ അല്ലേ? അവള് ദേഹത്ത് വീഴണം. നീ അന്നേരം പുള്ളിക്കാരി പോവാ. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ഉറപ്പിക്കാം. നീ പൊട്ടനെ അഭിനയിക്കുവാ. കിട്ടി, എല്ലാം കിട്ടി ട്രെയിൻ എസ്കേപ്പിനുള്ള. നമുക്കിനി എങ്ങനെയും സ്ക്രീൻഷോട്ട് വെപ്പണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലുണ്ട്. നമുക്ക് നമുക്കൊരു വാൻ ചെയ്യാം. 3, 2, 1 ശംഭോ മഹാദേവ. ഗൈസ്, നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത് മാത്രമല്ല, അതായിരിക്കും ഉചിതം. മുമ്പത്തെ കളിയിലായിരുന്നു ഇലക്ട്രിക് ഫിറ്റ് എടുത്തവിടെ സെക്കൻഡ് ഫ്ലോർ. കിട്ടി. മറന്നല്ലോ. അത് ചെറിയ സ്ഥലമുള്ള അതുകൊണ്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് പോകും ഗൈസ്. ഒരു സെക്കൻഡ്. ഗൈസ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂട്ടാവുന്നതൊക്കെ പ്രതീക്ഷിക്കാം ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡും പോയി. നമുക്ക് വെപ്പണിക്ക് എടുക്കണം. കുറച്ച് ഫോൺ എടുക്കാം. ഫോണിൻ്റെ തല വെട്ടണം. തല വെട്ടണ്ട. അപ്പോൾ നമ്മുടെ എന്തുവാ ട്രെയിൻ ഏറ്റവും നമുക്ക് ചോറാണ്. നമ്മുടെ ചോറ് പുറത്തുണ്ട്. എല്ലാം താഴെ ട്രെയിൻ കീ ഫ്ലോർ തന്നെ. നോക്കില്ല അവൻ്റെ ശ്രദ്ധിച്ചവൻ കൈമാടിക്കഴിഞ്ഞു. ഞാൻ പേടിച്ചില്ല. നീ ഇവൻ പേടിക്കാതെ ഞാൻ പേടിച്ചില്ല. അവിടെ തോക്കില്ലായിരുന്നല്ലോ അവൻ്റെ. എന്തേലും എന്തുവായിരുന്നു തോക്കുറപ്പ്. അവനെന്നെ അടിച്ചു കായ്ച്ചു. ഇപ്പൊ ഞാൻ ആടി നടക്കുന്നു. തോക്കില്ലേ അമ്മച്ചി അടുക്കളയിൽ പോയി ചോറുണ്ടാക്കും. വിശക്കുന്നു. ഓടാ കള്ളന് കള്ളന് ചോറില്ല. കള്ളന് കഞ്ഞി. എൻ്റെ ഹെഡ്ഷോട്ട് നെക്കി വെക്കുന്നു. അയാളുടെ ഉള്ളിൽ തീരത്തില്ല. അതല്ലേ നോക്കാം. അയാൾ പോക്കറ്റിൽ ബുള്ളറ്റ് എടുത്ത് ലോഡ് ചെയ്യും.
നമ്മൾ തോക്കെടുത്ത പുള്ളി ഇടിക്കും. നമ്മൾ പിന്നെ എത്താൻ നമ്മൾ ഡേ 3 ആയ പിന്നെ പുള്ളിക്ക് തോക്ക് തിരിക്കും. അതുകൊണ്ട് കസിന് റൂള് പറഞ്ഞു കൊടുത്താൽ എല്ലാം പുറത്ത് വരും. ഇനി നമുക്ക് എന്തോ അല്ല പല്ലില്ലാത്തവരുടെ പല്ലെങ്ങനെ പുറത്ത് വരും? നമുക്ക് ഈ പോയി നല്ല പാട്ട് കൊളവാക്കാനായിട്ട് ഇതിനേക്കാളും വേണ്ടി ടൈം മാസ്റ്റർ അടിക്കുകയാണ് ചെയ്തപ്പോൾ. അല്ല അല്ല ഞാനല്ല ഞാനാ അപ്പൊ ഇനി ഒരു ഇടിയും ഈ ആട് അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ കിട്ടി. ഭയങ്കര ഫ്ലോ ആയിരുന്നു നമ്മള്. എടുക്കാനൊരു സാഹചര്യം ഇല്ല അല്ലേ മുരളീരേ? അവനെ പേടിപ്പിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടാവുക. അപ്പൊ നീ പോകണ്ട, ആ പേടിക്കില്ല, ഊക്കണം അല്ല ഗൈസ്. പേടി നമ്മൾ ഊക്കണം ഗൈസ്. അല്ല കളപതീസ് നമുക്ക് ഈ കോഴി എടുത്ത് അതിന് ഒരു 2 മിനിറ്റ് മുമ്പേ നീ ഗ്രാൻഡ് പേരുടെ റൂമിൽ ചെല്ലുവാണെങ്കിൽ നിനക്ക് വിത്തൗട്ട് വെപ്പൺസ് പിന്നെ ഞങ്ങളുടെ ഇത് സ്ക്രീൻ റെക്കോർഡ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഈ ഗ്രാനിയും സിലിണ്ടറിനും ഒക്കെ ഒരുമിച്ച് വരല്ലേ? എനിക്ക് ചാടാൻ വിധിയില്ലാത്തോണ്ടാ, മരിച്ചു പോവും ഞാൻ. കൊന്നിട്ടേ പോകത്തുള്ളൂ. ഗ്രാൻഡ് താഴെ ഉണ്ട്. തോക്കെടുത്ത് എറിയാൻ പോകുന്നു. നമുക്ക് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ എനിക്ക് ഭ്രാന്ത്. ഇത് വട്ട് മൂത്ത് തൊട്ടാണ്. നമുക്കിനെ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുന്ന കുറച്ച് റിസ്കാ. അയ്യോ എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടിയത് ഇതല്ലേ ട്രെയിൻ കീ. അവിടെ ബലിച്ചോറിന് തെര വിളിച്ച് നമുക്കിനി സെക്കൻഡ് ഫ്ലോറിൽ പോവാം. ഒന്ന് പേടിക്കാതിരിക്കാനോ? പറഞ്ഞു പേടിക്കാതെ അവളുടെ കൈ പിടിച്ച് തിരിച്ച് ആ വടി എടുത്ത് തലമണ്ടക്കിട്ട് ICUലോട്ട് കൊണ്ടുപോയിട്ട് അവൾ അവിടെ വെച്ച് പറയും അതിന് ഗ്രാൻഡ് പേ എന്തോ എടുത്തോട്ടി നോക്കാം. ഞങ്ങൾ റൂമിൽ അകത്താണ് ഗൈസ്. സ്റ്റോന്ന് ഗൈസ നിക്കും നമുക്ക് അത്ര AC ഇട്ടേക്കാണ് ഗൈസ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് തല കാട്ടാ ഗൈസ്. 28 കൂടെ എടാ ഉണ്ടാക്കുന്നാണെങ്കിൽ ബിരിയാണി ഞാൻ പോവേ. ചോദിച്ചിട്ടുണ്ടോ ഇവരുടെ ചില ട്രാപ്പിലൊന്നും മുള്ളില്ല? അതെ അതെന്തോ അങ്ങനെ ചില ട്രാപ്പിൽ അത് ചില ട്രാപ്പിന് ടൈമും കുറവായിരിക്കും അല്ലേ ഗൈസ്? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണ്.
അല്ല എനിക്ക് തോന്നുന്നു നമ്മള് മുള്ളു പറിക്കാനാ എപ്പോഴും പോകുന്നതെന്ന്. പക്ഷെ മുള്ളു പറിക്കാൻ പുറത്തു പോകണ്ടേ? പുള്ളി ചളി അത് മതി. ഓവർ ചളി അല്ല കളബീസ്. ഗ്രാനി പ്രേതമാണോ? ഗ്രാനി ഒരു മനുഷ്യനായിരുന്നു. പാതി ജീവനെടുത്ത് ഫിലൻഡ്രീനിക്ക് കൊടുത്തപ്പോഴേ ഫിലൻഡ്രീനെ വഹിച്ചിട്ട് പുലനിച്ച്. ഞാൻ യൂട്യൂബിൽ കണ്ട സ്റ്റോറി. അതിലിങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ പാതി മനുഷ്യൻ പാതി പ്രേതം. അതാണ് ഫിലൻഡ്രിയിലെ പാതി പ്രേതം മാത്രമേ ഉള്ളൂ. ഗ്രാനിനെ കണ്ടോടാ. ഗ്രാനി പാതി പ്രേതം പാതി മനുഷ്യൻ. ഗ്രാൻഡ് ബേ അങ്ങനെ എന്തെങ്കിലും പറയണേ. ഗ്രാനി എന്റെ പൊന്നു ആക്കിയല്ല. ഞാൻ ഇതങ്ങോട്ട് തരും. പകരം എന്തോ തരണം. ഷെടുക്കി എടുക്കാൻ പോയി കണ്ടോ കിട്ടി. ഷെടുക്കിയല്ല ആ ട്രെയിൻകി. റെങ്കി അല്ലല്ലോ ഇത്. വെപ്പണി. ആ അവൻ്റെ കയ്യിലുള്ളത്. അവനോ? നീ കളക്കട ജെൻഡറൊക്കെ നോക്കാറുണ്ടോ? 3 2 1 ഗോ. എടാ ഗ്രാൻഡ് പേ ഞാൻ ഇപ്പൊ ഓർമ്മത്തിന് അങ്ങോട്ട് പറഞ്ഞു. നീ പ്ലാങ്ക് വെച്ചിട്ടുണ്ടല്ലോ? ഇല്ല. അവിടെ കൂടെ അങ്ങോട്ട് താഴ്ത്തിയാട്. താഴ്ത്തിയാടി മരിക്കും. എടാ പ്ലാങ്കിന്റെ അവിടെ കൂടെ താഴ്ത്തിയാടേ. ഇനിയിപ്പോ മരിക്കത്തില്ല. ഇനിയിപ്പോ നേരെ താഴ്ത്തിയാടിയാ മരിച്ചില്ല. കോയിൻ അവിടുത്തെ നമ്മളവിടെ വെച്ച് കോയിനെടുത്ത് നമ്മൾ അതിനകത്ത് മറ്റേ താഴത്തെ വെപ്പണി എടുത്തിട്ട് കാക്കയെ ചെന്ന് കാക്ക ഫ്ലിങ്ക് ഷോട്ട് ചെയ്താൽ ഒന്നും ആവത്തില്ല. ആര് പറഞ്ഞു? പിന്നെ നമ്മുടെ ഇത് വേസ്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഇത് ഫ്ലിങ്ക് ഷോട്ടിങ് ഇത് വേസ്റ്റ് ആവത്തുള്ളൂ. കാക്കയെ വെടി വെക്കണം. കോയിൻ എന്തിയടാ? ഫയർവുഡ് കത്തിക്കണം. കോയിൻ ബേസ്മെന്റ്. ഞാൻ മരിച്ചെടുത്താ കോയിൻ. നീ എവിടാ വായിച്ചേ? ആ എനിക്ക് ഓർമ്മ വന്നു. തോക്കിൽ ഉണ്ടയില്ലെന്ന് തോന്നല്ലേ? നിന്നെ ഇടിച്ചു വന്ന അവിടെ കോയിൻ ഇടിച്ചു വന്ന മുകളിൽ ബാത്റൂമിൻ്റെ അവിടെ ഉണ്ട്. പുള്ളിക്കാരന് ഇതിനേക്കാളും നന്നായിട്ട് മൈൻക്രാഫ്റ്റിലെ സ്കെൽട്ടൻ ചെയ്യാൻ. സ്കെലട്ടൻ്റെ എയിം അല്ലടാ. എന്തോന്നാ സ്കെലട്ടൻ്റെ എയിമാണ്. അംബാസഡറിന്റെ ഗെയിമാണ് എയിമെന്ന്. ഞാൻ അങ്ങനെ കേട്ടെ. നമ്മളിനി അതിനേക്കാളും നല്ലത് നമ്മുടെ ഗെയിമാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് കോയിൻ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മളിനി കോയിൻ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകും. എടാ ഐസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. വരുന്നുണ്ട്. നിക്കേ വാ. എടി അതിന്റെ ഇടയ്ക്കൂടെ ഉണ്ടാക്കല്ലേ നീ? ഈ മാറ്. ഇതിന്റെ ഇടയ്ക്കൂടെ അവൾ ഉണ്ടാക്കുന്നവള്. ഇത് കയ്യ ഞാൻ താഴെ പോവാ. ഇങ്ങോട്ടോ. അപ്പോൾ ഗായ്സ് പിന്നെ നമ്മൾ ഇതായി ഞാൻ പറയാൻ വേണ്ടി നമ്മളിനി താഴെ പോയി 5 മിനിറ്റേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായ്സ് താഴെ പോയിട്ട് കോയിൻ എടുത്ത് ടിക്കറ്റ് എടുക്കണം. കോയിൻ കയ്യിലുണ്ടല്ലോ. കയ്യിലുണ്ട്. താഴെ ചെന്ന് അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കാണിച്ച് ഇത് ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ഫിലിം കാണാൻ പോവാം. ആക്സിലേറ്റർ ട്രെയിൻ കേക്ക് അതിനെ കൊല്ലണം. എനിക്ക് വയ്യ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മൈൻക്രാഫ്റ്റ് കാണാൻ പോവാം. അതായിരിക്കും നല്ലത്. ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തിട്ട് എന്നിട്ട് വേറെ ആർക്കെങ്കിലും ആ ട്രെയിനിന്റെ ടിക്കറ്റ് കൊടുക്കണം. നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ ടിക്കറ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതിന് തുറന്നു തരും. ടിക്കറ്റ് കിട്ടില്ല നിനക്ക്? ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടി. ഞാൻ കൊടുക്കുകയും ചെയ്തു. അതിന് കൊടുത്തു. പക്ഷെ നിന്റെ ടിക്കറ്റ് വേണം. അവിടെ ടിക്കറ്റ് വന്നാൽ അതിന് കൊടുത്തോണ്ടാ വരാത്തത്? ആര് പറഞ്ഞു? നോക്ക്. അതിനടുത്തില്ലേ നീ? മുരളി എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇനി ചെല്ലത്തില്ല. നിങ്ങൾക്ക് ഉറപ്പില്ലേ? നിങ്ങൾക്ക് ഉറപ്പില്ലേ? ഞാൻ കളിക്കുന്ന കണ്ടുള്ള കളിച്ചിട്ട് ചോര. നമ്മുടെ ചോര ഉണ്ടോ? ബ്ലാക്ക് കാറ്റിന്റെ ഇതിലാ വന്നേക്കുന്നത്. എന്തോന്ന്? പൂച്ചേവാ പൂച്ചക്കുടത്ത് പൂച്ചക്ക് ഊഞ്ഞാലിടാന്ന്. പൂച്ചക്ക് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പൂച്ച ഇസ് പെറ്റ്. I hate പൂച്ചസ്.
വൈ പൂച്ച ഈസ് ബ്യൂട്ടിഫുൾ. സേഫ്റ്റിയോ ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ പുള്ളി. നമ്മുടെ ഫ്യൂസ് അവിടെ ആടെ. ആക്സിലറേറ്റർ കിട്ടി. ഫ്യൂസ് അവിടെ. ഫ്യൂസ് അവർ ഇലക്ട്രിക് സ്വിച്ച്. ഫ്യൂസ് കടയിൽ. മുട്ടായിയുടെ കാര്യമല്ല, തീറ്റപ്പണ്ടാരം. അത് നീയല്ലോ. ഞാനും മുട്ടായിയുടെ കാര്യം. കാരണം അവിടെ സ്കെൽട്ടൻ സ്കെലട്ടന് ഹായൊക്കെ കൊടുക്കും. ഞങ്ങളുടെ എന്തുവാ ആരാ കൈസ് ഇവിടെ വന്ന് ഞങ്ങളെ തട്ടുന്നു? ഗ്രാനി ആണോടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ കിടന്ന് കാര്യം. ഇത് ട്രെയിൻ ഹാസ് നോട്ട് സിലിണ്ടറീന പറഞ്ഞു ഉണ്ടാക്കല്ലോ. വിളിക്കല്ലേ? ഞാൻ പറയും കട്ടി ഉണ്ടാക്കല്ലേ? ഞാൻ വല്യമ്മയോട് പറയും കട്ടി പിന്നെ ഉണ്ടാക്കുന്നവൻ. ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയില്ലേ? നിന്റെ ഒക്കെ വീഡിയോ വേണോ പറഞ്ഞോ? ഏത് നിന്റെയൊക്കെ ഞങ്ങൾക്ക് അവിടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് പിന്നെ അപ്പോൾ അവിടെ ഗ്രാൻഡ് പോന്നപ്പോൾ നമ്മൾ അപ്പോൾ തളപതീസ് അവിടെ ഗ്രാൻഡ് പോന്നപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ്. കാരണം ഗ്രാൻഡ് പെക്ക് എന്നോട് ഐ ലവ് യു പറയണമെന്ന് ഉണ്ട്. പപ്പാം. പക്ഷെ പുള്ളി തോക്ക് വെച്ച് വെടി വെച്ചിട്ട് ഐ ലവ് യു പറയും. എന്റെ വീഡിയോ അപ്പച്ചോ അമ്മച്ചി അവിടെ ഇല്ല. അപ്പച്ചി റൂട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളീ പാട്ട് പാടുമ്പോ ഗ്രാൻഡ് പറയും ചീ പൊടി പൊടി എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു പൊടി പോലും കാണത്തില്ല. ചീ പൊടി സ്കൂട്ട്. ലോകത്തെ പറവകളെ ചിരിവുകൾ ഇവിടെ. വെപ്പൺ കീ എവിടാടാ? മറ്റേ സ്ഥലത്ത്. ഏതാ? മറ്റേ ലിഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറില്ലേ ലിഫ്റ്റ് ഉള്ള? മനസ്സിലായി. കിച്ചൺ. അതെ, ഉറപ്പാണേ. 3 വണ്ടി. 1 2 3 ട്രെയിനോ. ഇനി കീയും വേണം. ആ കാക്കയൊക്കെ കൊല്ലണ്ടിയോ? കാക്ക കൊല്ലം. വെപ്പൺ കീ എവിടാ? ഫ്ലിഞ്ച് കൊടുക്കൊണ്ട് കാക്ക കൊല്ലാൻ പറ്റത്തില്ല. അത് നോക്കാം. വെപ്പൺ കീ എവിടാ? വെപ്പൺ കീ മറ്റേ സ്ഥലത്ത്. നീ എടാ നമ്മൾ മറ്റേ ലിഫ്റ്റിന്റെ ഏറ്റവും ലിഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറില്ലേ അവിടെ. ഇത് മിക്കവാറും എസ്കേപ്പ് ഫെയിലാവും. ഫെയിലായ ഫീസ് തുടങ്ങും നമ്മൾ ഇവിടെ. എന്നെ പേടിപ്പിക്കില്ല, ഞാൻ കിടന്ന് കരയുന്നു. ഇതെന്ന് പറയുമ്പോ ഇതെല്ലാം ബ്ലഡ് ആയത്. ആ ബ്ലഡ് പോവുന്നു. അവർ ടൊമാറ്റോ സോസ് ഒഴിച്ച് തന്നെ ആക്കി തുടക്കായിരുന്നു. ചോരയായി പോയില്ലേ ഗൈസ്? ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് പോകുന്നുണ്ട്. നിനക്ക് എങ്ങനെ ആയിട്ട് പറഞ്ഞു? അതൊരു ഹൈറ്റ് കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് പോകുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് പേടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് പേടിയാവുന്നു ഗൈസ്. നിങ്ങളും കൂടെ കൂടെ നിൽക്കുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പൊ ഉണ്ടാക്കാം. അല്ല താരവേണമെങ്കിൽ കാണിക്കാം നമുക്ക്. എന്തി അതല്ല വെപ്പൺ കീ ഏറ്റവും താഴത്തെ ഒരു സ്ഥലമില്ലേ അവിടെ. കിച്ചൺ. ആരെവിടുന്നോ? കിച്ചൺ. ഞാനൊരു കണ്ണിന്റെ പവർ ഞാൻ കളഞ്ഞിട്ട്. ഇപ്പൊ ഗൈസ് ഞാൻ മരിക്കുവാണെങ്കിൽ കളി എന്നേക്കും ഇടയിലും എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഇവനെന്തോ സ്വകാര്യം പറയാനുണ്ടെന്ന്. ഇപ്പൊ ഞാൻ പോസ് ചെയ്യുന്നില്ല എന്തായാലും. മ്യൂട്ട് ചെയ്യുന്നുള്ള ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവനെന്തോ സ്വകാര്യമായിരുന്നു, നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. താഴെ മൈനിലല്ലേ ഇത്? അതല്ല, ട്രെയിനില് മൈനിലല്ലേ? മൈൻ ഞങ്ങളുടെ വേറെ സംഭവമാണ്. ആരുടെ വേറെ സംഭവമാണ്. ഞങ്ങൾക്ക് അറിയാതെ സംഭവമാണ്. പക്ഷെ ഞങ്ങൾ പറയത്തില്ല ഗൈസ്. ഞങ്ങൾ അത്ര ചീപ്പല്ല. ഞങ്ങൾ ഹെയർ ഡ്രൈവേഴ്സാ. പുള്ളിക്കാരിക്ക് നമ്മളെ കാണാൻ പറ്റാതെ
ആ പുള്ളിക്കാരൻ ചേർന്ന് അതല്ല ഞാൻ നോക്കിയപ്പോ ഗ്രാനി തോക്കെടുത്ത പോലെ ഗ്രാനിയുടെ കൈ തോക്ക് രണ്ടുപേരും കൂടെ വന്നോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മറ്റേ ബ്രഹ്മാസ്ത്രം പോലെ ഡ്രിങ്ക് ഉണ്ടോ പെട്ടു പോണാ നീ മറ്റേ അടുത്ത് പോവും പുള്ളി നീ പറയുന്ന പോലെ അല്ല ഒരു ലൈഫും കൂടെ ഉള്ളൂ ഇയാളല്ല കളിക്കുന്നത് എനിക്കറിയാം ഐസ്ക്രീം പാർലറിനകത്ത് കയറി എന്താന്ന് വെച്ചാൽ കാണിക്കും ഐസ്ക്രീം പാർലോ അത് ഐസ്ക്രീം പാർലർ കണ്ടിട്ട് മനസ്സിലായി റെയിൽവേ സ്റ്റേഷനിലെ ഐസ്ക്രീം സ്ഥലമാണ് മതി നടത്തുന്ന ഫിലാൻഡ്രീനെ ആയിരിക്കും ഉറക്കം വേണം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം പോടാ എന്താ പോകുമ്പോ എനിക്ക് കളാം ഗൈസ് നല്ല എ സി ആവും നല്ല തണുപ്പെടുക്കുന്നുണ്ട് ഗൈസ് ഞാൻ നിൽക്കുന്നു ഗൈസ് ഞങ്ങൾക്ക് എന്തോ പ്രശ്നം നമ്മൾ പറഞ്ഞതാണ് നമുക്കിനി എനിക്കൊന്ന് ഗ്രാൻഡ് പേയും പോയി ഗ്രാനിയും പോയി അപ്പൊ നമ്മൾ ഇനി സേഫ് ആണ് ഗ്രാനി താഴെ നമ്മളും കൂടെ മുട്ട് നീക്കിക്കേ അപ്പൊ ഗൈസ് ഗ്രാൻഡ് അപ്പച്ചന് ലവർ ഉണ്ടോടി അയ്യോ അങ്ങനല്ല അതങ്ങനല്ല കേട്ടോ സത്യം അങ്ങനല്ല എനിക്ക് അവൾ ആരാന്ന് പോലും അറിയത്തില്ല അവളാ ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു ചേട്ടാ ഗൈസ് നമുക്കൊരു 2 മിനിറ്റ് ഇവിടെ തന്നെ നിൽക്കാം 2 മിനിറ്റ് നമുക്കപ്പോൾ ആ എന്റർടൈൻമെന്റ് നിങ്ങൾ 2 മിനിറ്റ് ഓടിക്കും ഞങ്ങൾക്കറിയാം ആ സമയം നമുക്കൊരു ഞാൻ പ്ലാൻ പറയാം ഗൈസ് ഇനി നമുക്ക് ഈ 2 മിനിറ്റ് എങ്ങനെയും കളയണം അപ്പൊ നമ്മൾ ഇനി 1 മിനിറ്റും കൂടെ നമുക്ക് 4 മിനിറ്റ് ആകുമ്പോൾ നിർത്തണം അയ്യോ ഗൈസ് ഇടക്കിടക്ക് എനിക്ക് പോസ് ചെയ്യേണ്ടി വരും ക്യാമറ ആംഗിൾ മാറ്റേണ്ടി വരും ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടി വരും മ്യൂട്ട് ആക്കേണ്ടി വരും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ഉബ്ജോർ പ്രോ എന്റെ അനിയൻ ചെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്നെ കിട്ടി അയ്യോ അത്ഭുതം ഒരു ഫോട്ടോ ഉള്ളൂ അത് ഈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഒരു ചിഹ്നം ഉണ്ടാക്കാം ഏറ്റവും നല്ല ചിഹ്നം ഉണ്ടാക്കുന്ന ആളുടെ ചിഹ്നം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം ആ അക്കൗണ്ട് വരുന്ന ചിഹ്നം ഞങ്ങൾ ഇവന്റെ യൂട്യൂബ് ചാനലിന്റെ ചിഹ്നമാക്കി മാറ്റി തരും ഇന്നത്തെ വീഡിയോയുടെ പേര് ചിഹ്നം എന്തായാലും ഇടാനാണ് ഇവൻ പറയുന്നത് പക്ഷെ നമുക്ക് ഓക്കെ നമുക്ക് ഇത്രയും സമയം മതിയാവും എനിക്ക് വയ്യ ഇനി വെയിറ്റ് ഇല്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്തെങ്കിലും ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളത് പേസ്റ്റ് ചെയ്തോളാം പോടോ സ്ക്രീൻ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ സ്ക്രീൻ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി സ്ക്രീൻഷോട്ട് ഞാൻ ക്രിയേറ്റീവ് ഒന്നും എടുക്കുന്നില്ല മൈൻക്രാഫ്റ്റ് അല്ലല്ലോ മൈൻക്രാഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു ഗ്രാൻഡ് പിന്നിയ പൈസ കൊടുക്കും മൈൻക്രാഫ്റ്റിന്റെ പറ നീ കൊടുക്കൂ ഗ്രാൻഡ് പിൻ എനിക്ക് മൈൻക്രാഫ്റ്റ് വാങ്ങി കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ വേണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഒക്കെ ചെയ്താലേ ഞങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്തുവാ അവിടെ ഒരിക്കലും ബാക്ക് സപ്പോർട്ട് ഇങ്ങനെ ആക്കി ഇപ്പൊ ഞാൻ എന്തോ ഇനി ഞാനും കണ്ടു നമുക്ക് വീഡിയോ ചെയ്തിട്ടൊന്നും നോക്കാം സംഭവം എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് അകത്ത് കയറി കാണും പേടിയാവുന്നുണ്ടോ ഗൈസ് പേടിക്കണ്ട ഞാനല്ലേ കൂടെ അതാ ഞങ്ങളുടെ ബോംബിട്ട് കത്തിക്ക് അയ്യോ 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 ഇതിനകത്ത് ക്രോവാർ ഉണ്ട് പായസം കുച്ചഞ്ചെ ഊഞ്ഞാലിലാടണ്ടേ മാവലി വന്നേ വാ മാവലി എടുക്കുന്നീ ഇനി ആരും ഒന്നും കുഴപ്പമില്ല സ്ക്രീൻഷോട്ട് എടുത്ത് ഒറ്റ തലയാ ചെയ്ത് നോക്കാം മിനിറ്റ് നോക്കട്ടെ സ്ക്രീൻഷോട്ടിന് വേണ്ടി ഞാൻ ഇത്രയും കാക്കെ മുരളി പറയാൻ ആകത്തില്ലെന്ന് തീർന്നേ എടാ അടി പോയി മറ്റേ ലോഗിട്ട് കത്തിച്ചാ പോരെ പക്ഷെ നമുക്കത് കുറച്ച് പാടുകളെ വേണ്ടിയോ മുരളി ഓവറാക്കല്ലേ കാലൊടുങ്ങി മാമധുറി പച്ചക്കൊടി പച്ചക്കൊടിയല്ല
ആരെ വാതിൽ അടച്ചോ ഇപ്പൊ വാതിലൊന്നും ഇപ്പൊ ആരെ വാതിൽ അടച്ചതാ അത് 100% എനിക്ക് അറിയാം മാമദുരി അന്നക്കൊടി ബിരിയാണി പുറത്ത് വാതിൽ അടച്ചു മുരളിയെ ഗ്രാൻഡ് പേ തെളി പോകുമ്പോ ഗ്രാൻഡ് പേ കിട്ടത്തില്ല എനിക്ക് ഗ്രാൻഡ് പേ തട്ടേ മതി ഇപ്പൊ കിട്ടണ്ടിയോ തട്ടിക്കളാം ഇപ്പൊ ഈ ഗ്രാൻഡ് പേ ഈ സൈഡിലോട്ട് വരണം എനിക്ക് തോക്ക് വേണം എന്തി ശരിയാ മുരളി നേരത്തെ ഒരു സ്റ്റോൺ എടുക്കാൻ ഓർമ്മിക്കണേ സ്റ്റോൺ ഇവിടെ സ്റ്റോണേ ഗ്രാൻഡ് അവിടെ കിടക്കുക ഗ്രാൻഡ് സാധാ എഞ്ചിൻ ചെയ്യോ ഒരു മിനിറ്റ് ഒരു സ്റ്റോണും കൂടെ ശരി രണ്ടിനെ ഒരുമിച്ച് ഇവന്റെ കട്ടി ചെയ്യുമ്പോൾ ഞാൻ കുഴപ്പമില്ല എടി പോടി എസ്കേപ്പ് ആയി ഗൈസ് നമുക്ക് രണ്ടാമോ എടുത്തു മേളിൽ എവിടെയെങ്കിലും കാണും കാക്ക കൊല്ലാനാ പോകുന്നു ഇന്ത്യാവൻ എല്ലാം ആയി നമ്മൾ ആക്സിലേറ്റർ വെച്ചല്ലോ ബ്രേക്ക് ഇല്ല എന്തോ ബ്രേക്ക് ഇല്ല പോടാ വിട്ടാ ചാളി കൊല്ലുമല്ലടാ നീന് ട്രെയിൻ കീ ബാ ഗൈസ് ഈ നല്ലൊരു നിമിഷം നിങ്ങൾ കരഞ്ഞോണ്ട് ആസ്വദിക്കണം പോടാ ചാത്തില്ല ഗൈസ് ട്രെയിനിക്ക് കൂടെ വെച്ചിട്ട് എല്ലാ ഡോറും ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് തുറന്നു ഇപ്പൊ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവര് പുറകെ വരുവാടാ പെട്ടെന്ന് ഒരു മിനിറ്റ് മുത്തേ ഒട്ടടാ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല കെട്ടിപ്പിടിച്ചാൽ എടാ ഗ്രാൻഡ് പേ ഒക്കെ ഓഫാണ് നമ്മൾ ഇപ്പം ഗ്രാൻഡ് പേ ജസ്റ്റ് കൊന്നിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ട്രെയിൻ ഓടിക്കും ഗ്രാൻഡ് പേ വരും എന്തെങ്കിലും കാണും ഒരു സെക്കൻഡ് ഐ ലവ് യു മുത്തേ അപ്പൊ ഒളിച്ചോട്ടാണ് സംഗതി ഫിലട്രിനെ ട്രെയിനിൽ കയറിയപ്പോ തന്നെ നമ്മള് തളപതീസ് ഉജ്വാലിൻ്റെ അത് വെക്കേണ്ടി വന്നത് നമ്മുടെ പിന്നെ സ്ക്രീൻ റെക്കോർഡ് നമ്മളെ ചതിച്ചു അതുകൊണ്ട് അങ്ങനെ എൻഡ് ചെയ്യാന്ന് കരുതി ബൈ അടുത്ത ഇവിടെ